ഹലോ ഹായ്, ഞാനിന്നിവിടെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യം 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിന് മുളക് പൊടി കുറഞ്ഞപ്പോൾ ഞാനൊരു സ്പൂണിൻ്റെ അത്ര മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഇത് ചിക്കനിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 3 ഗ്രാമ്പോ 2 കഷ്ണം പട്ട ഇട്ടിട്ട് കബാബ് ചെയ്ത എണ്ണയിൽ തന്നെ ഞാൻ മസാല ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു ചട്ടിയിലോട്ട് എണ്ണ ഇട്ടിട്ട് അതിലോട്ട് ഗ്രാമ്പോ പട്ട ഇട്ട് കൊടുത്തിട്ട് 6 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലോട്ട് പച്ചമുളക് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഞങ്ങൾക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 5 തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇതിലോട്ട് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഉള്ളി, സവാള, തക്കാളി വെന്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലോട്ട് മല്ലിയില, പുതിനയില ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂണ് ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട്, ഈസ്റ്ററിൻ്റെ ബിരിയാണി മസാല. പിന്നെ 3 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടണം. ഇത് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂണ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാനിവിടെ 1 ടീസ്പൂണ്. അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്താലായി. അപ്പോൾ ഇതൊന്ന് നന്നായി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം.
ഫ്രൈ ചെയ്ത ചിക്കന് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് അല്പം ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലോട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാവുന്നതാണ്. ചെറുനാരങ്ങയുടെ നീരിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതവിടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുക അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ 4 ഏലക്ക, 8 ഗ്രാമ്പോ, 4 കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കിലോ അരിയുടെ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഇത്ര ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഒരു സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ക്യാരറ്റ് മുറിച്ച് വെച്ചതുണ്ടായിരുന്നു, കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ അരി നന്നായി കഴുകിയിട്ട് ഡ്രൈൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ആ ചെറുനാരങ്ങയുടെ തോട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോറ് ഒട്ടിപ്പിടിക്കില്ല, നന്നായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ഇതിവിടെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇതൊന്ന് ദമ്മ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ്, പിന്നെ മല്ലിയില, പുതിനയില, ഇതിലോട്ട് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ ചോറ് വെന്തിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട് ഞാൻ, ഓറഞ്ചിൻ്റെ ഫുഡ് കളറ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ചോറ് ഇതൊന്ന് ഞാൻ മാറ്റിയെടുക്കുകയാണ്. കാരണം ഇതിൽ ഞാൻ മസാല ഇട്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചോറിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ചോറ് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഫുഡ് കളറ് ഇട്ട് കൊടുക്കുകയാണ്. ഓറഞ്ചല്ല, ഇത് ലെമണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ലെമൺ യെല്ലോ കളറ് ചേർത്തിട്ടുള്ളത്. പിന്നീട് മിക്സ് ചെയ്ത ക്യാരറ്റ്, പുതിനയില, മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കാവുന്നതാണ് ചിക്കൻ്റെ. അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ പിന്നെയും ഞാൻ കളർ ഇട്ട് കൊടുക്കുന്നു. ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് പിന്നീട് ഇതിലോട്ട് ഞാൻ സെയിം അതേപോലെ ചെയ്തെടുക്കുന്നതാണ്. കളറിട്ടു മിക്സ് ഒന്നിട്ട് കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണിത്. പിന്നെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി ബിരിയാണി ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നീട് ചോറിട്ട് കൊടുത്തിട്ട് സെയിം അതേപോലെ തന്നെ ആക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. പിന്നീട് ഇതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാവുന്നതാണ്. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ആക്കാൻ പറ്റുന്ന ഒരു ഈസിയായ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഫുഡ് കളറുണ്ട്, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് ക്യാരറ്റ് ഇത് ഇട്ടത് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് ഞങ്ങൾ ദം ചെയ്തെടുക്കാം മൂടി വെച്ചിട്ട്. ഇത് ഇപ്പോൾ ഇവിടെ ദമ്മായിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലേവറാണ് ഇതിൻ്റെ. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഞങ്ങളിതൊരു ബൗളിലോട്ട് മാറ്റാം, സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതായിട്ടുണ്ട്. ഞാൻ കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.